റിസ്ക് എടുക്കാതെ ലൈഫിൽ ഒന്നും കിട്ടില്ല. നീ ജോലി ക്വിറ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ പമ്പ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് മോട്ടറാക്കി വിടും. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ഉള്ള എക്സ്പീരിയൻസ് എനിക്ക് പുറത്ത് പറയാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ മോറൽ വിർച്യൂ എന്ന് പറയുന്നത് കറേജ്, ധൈര്യം, സെൽഫ് കൺട്രോൾ, ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് എക്സ്പീരിയൻസിലൂടെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ഇത് രണ്ടും കൽപ്പിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. അതായത് ആ ബിസിനസ് ചെയ്തു നോക്കാന്ന് പറഞ്ഞ് ഇറങ്ങി നമ്മൾ എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്തു. ഇവർ പറഞ്ഞ മൊത്തം തെറ്റാണ്. രണ്ടാമത്, നമുക്ക് അറിയുന്നൊരു കാര്യം വേറൊരാൾക്ക് അറിയണം എന്ന് നിർബന്ധം പിടിക്കാനും പാടില്ല. അബ്സല്യൂട്ട്ലി റൈറ്റ്. എനിക്ക് കുറച്ച് അറിവുണ്ട്. ഈ മിസ്റ്റേക്ക്, ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്നെ എന്താണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിസ്ഡം അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തോ ഒരു സൗന്ദര്യപ്പണൊക്കെ ഉണ്ട്. അപ്പോൾ ഫോട്ടോയ്ക്ക് ക്ലിക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് ഒതുങ്ങി നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റഡി ആയിട്ട് നിൽക്കും. അപ്പോൾ ഇത്രയും കാലം വിചാരിച്ചു വെച്ചൊരു കാര്യം അത് തെറ്റാണെന്ന് ബോധ്യം വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന റിയാക്ഷൻ, നമ്മൾ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ നേരിടും? ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കോട്ടിൽ നിന്നാണ്. നോയിങ് is not enough, you must apply. Will is not enough, you must act. അറിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അത് പ്രയോഗിക്കാൻ പറ്റണം. ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അത് ചെയ്യണം. ആ ഒരു കോട്ടിന് പുറത്താണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്, ഇന്നത്തെ പോഡ്കാസ്റ്റ്. ഈ ഒരു കോട്ടിനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ പറയാം. നമുക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അയാളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ജോലിയിൽ അയാൾ ഹാപ്പി അല്ല, വളരെ ഹൈ പ്രഷറിലുള്ള, ഡെയിലി 12 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ട് വീടെത്തുമ്പോഴത്തേക്കും ടയേർഡായിട്ട് അങ്ങനെ ഒരു സർക്കംസ്റ്റാൻസിൽ വർക്ക് ചെയ്യുന്ന ആളെന്ന് വിചാരിക്കുക. പക്ഷേ ആളുടെ ഉള്ളിൽ ഈ ജോലിയല്ല പാഷൻ. അയാൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ആഗ്രഹം എന്ന് വിചാരിക്കാം. അപ്പോൾ അയാളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അയാളെ അഡ്വൈസ് ചെയ്യും. അയാളുടെ സിറ്റുവേഷനിൽ പറയും, എടാ നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ, നീ നിൻ്റെ പാഷന് പുറകെ പോകണം, ഈ ജോലി ക്വിറ്റ് ചെയ്യ്, റിസ്ക് എടുക്കാതെ ലൈഫിൽ ഒന്നും കിട്ടില്ല, നീ ജോലി ക്വിറ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ പമ്പ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് മോട്ടറാക്കി വിടും. അതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. രണ്ടാമത്, ഇതേ സിറ്റുവേഷനിൽ നമ്മളാന്ന് വിചാരിക്കാം. നമുക്കൊരു ജോലിയുണ്ട്, ഈ പറഞ്ഞ സന്ദർഭത്തിലേക്കാണ് ജോലി. അപ്പം നമ്മൾ ആ രീതിയിലല്ല ചിന്തിക്കുക. നമ്മളുടെ ചിന്തകൾ മൊത്തം മാറും. നമുക്കിപ്പോൾ ഒരു സ്റ്റേബിൾ വരുമാനമുണ്ട്, അതിന് ഇല്ലാതെ ആവൂ ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആ ബിസിനസ് എങ്ങാനും വർക്കായില്ലെങ്കിലോ, ഭയങ്കര അൺസർട്ടൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷൂസിൽ കാലിടുന്ന സമയത്ത് വരുന്നുണ്ട്. നമ്മൾ ആക്ടർ ആവുന്ന സമയത്ത് ഒരുപാട് ഡയമെൻഷൻസ് മാറുന്നുണ്ട്. അതിനെയാണ് സോളമൻസ് പാരഡോക്സ് എന്ന് പറയാം. അതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഒരു എക്സാമ്പിളോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ അല്ലാതെ വേറൊരു എക്സാമ്പിളോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റിലേഷൻഷിപ്പിൽ നമ്മളുടെ ഒരു ഫ്രണ്ട് ഹാപ്പി അല്ല എന്ന് വിചാരിക്കാം. ആ ഫ്രണ്ടിന് വേണ്ട റെസ്പെക്റ്റ് ആ റിലേഷൻഷിപ്പ് കിട്ടുന്നില്ല. അപ്പം നമ്മളിത് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് അഡ്വൈസ് ചെയ്യും. നീ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കി, വേറെ പ്രത്യേകിച്ച് വർക്കൗട്ട് ആവുന്നില്ല, നീ റിലേഷൻഷിപ്പ് ക്വിറ്റ് ചെയ്യേ, നീ അതിൽ വെറുതെ കടിച്ചു തൂങ്ങിയിരിക്കുന്ന എന്താ കാര്യം, നീ നിൻ്റെ ലൈഫ് നോക്ക്, നീ ഹെൽത്തി ആയിട്ട് അത് ക്വിറ്റ് ചെയ്തിട്ട് നീ നിൻ്റെ ഓൺ ലൈഫിൽ ഫോക്കസ് ചെയ്തൊക്കെ പറയും. ഇതേ സിറ്റുവേഷൻ നമുക്കാ വന്നേ വിചാരിക്കാം. നമ്മൾ ആ റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ലെങ്കിലും നമ്മൾ ആ ഡിസിഷൻ എടുക്കാതെ ഡിലേ ആക്കി കൊണ്ടുപോകും. ആ തീരുമാനം എടുക്കാതെ നമ്മൾ പല എക്സ്ക്യൂസും കണ്ടുപിടിക്കും. നമ്മൾ ഒറ്റപ്പെടും എന്നുള്ള പേടി കാരണം നമ്മൾ ആ ഡിസിഷൻ എടുക്കാതെ നമ്മൾ ഡിലേ ചെയ്ത് കൊണ്ടുപോകും. ഇങ്ങനത്തെ എക്സാമ്പിൾസിലൂടെ നമുക്കൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും, നമ്മൾ വേറൊരാളെ അഡ്വൈസ് ചെയ്യുന്ന സമയത്ത്, അയാൾക്ക് അതേ സിറ്റുവേഷൻ ആണെങ്കിലും വേറൊരാളെ അഡ്വൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് രണ്ടും രണ്ട് രീതിയിലാണ്. അത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇൻവോൾവ് ആവുന്ന കേസിൽ നമ്മുടെ കോഗ്നിറ്റീവ് ലോഡ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ ഇൻവോൾവ് ആവുന്ന സമയത്ത് നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യണം. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരും. നമ്മുടെ ഹാർട്ട് ബീറ്റ് റേറ്റ് കൂടും, നമ്മുടെ കൈ ഷിവറാവും, നമ്മളുടെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ബ്രെയിനിന് കുറേ എനർജി ഇതിന് തന്നെ പ്രോസസ് ചെയ്യാൻ വേണം. ഇത് റെഗുലേറ്റ് ചെയ്യാൻ തന്നെ ബ്രെയിൻ കുറേ എനർജി കൊടുക്കണം. ഇതിൻ്റെ മുകളിലാണ് വിസ്ഡം എന്ന് പറയുന്ന സാധനം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ വിസ്ഡത്തിനെ പറ്റി ചിന്തിക്കാനുള്ള എനർജി ബ്രെയിനിന് ഇല്ല. പക്ഷെ നമ്മൾ വേറൊരാളുടെ പ്രശ്നമെന്ന് വിചാരിക്കാം. ഇപ്പം നീ ഒരു പ്രശ്നമായിട്ട് എൻ്റെ അടുത്ത് വരികയെന്ന് വിചാരിക്കാം, എനിക്ക് കോഗ്നിറ്റീവ് ലോഡ് ഇല്ല,
എന്നെ അത് ഇമ്പാക്ട് ചെയ്യുന്നില്ല ഡയറക്റ്റായിട്ട്, നിന്റെ പ്രോബ്ലം ആണത്. അപ്പം ഞാൻ ലോജിക്കലി ആലോചിക്കും, ജോബിഷിന് ഇങ്ങനെ ഒരു അഡ്വൈസ് കൊടുത്താൽ ജോബിഷ് അത് റെഡി ആവും എന്നുള്ളത്. നമ്മളവിടെ ആ കോഗ്നിറ്റീവ് ലോഡ് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് വേറൊരാളുടെ ഉപദേശിക്കുന്ന സമയത്ത് നല്ല അഡ്വൈസ് കൊടുക്കാനും നമ്മളുടെ സ്വന്തം കാര്യം വരുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഇതുകൊണ്ടാണ്. ഇതിൽ ഒരു കാര്യം കൂടെ കണക്ട് ചെയ്ത് പറയാനുള്ളത്, നമ്മുടെ ബ്രെയിനിൽ 2 ടൈപ്പ് സിസ്റ്റംസ് ആണുള്ളത്. ഹോട്ട് സിസ്റ്റവും കൂൾ സിസ്റ്റവും. സിമ്പിളായി പറഞ്ഞാൽ ഹോട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻട്രൽ സിസ്റ്റമാണ്, കൂൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡോർസൽ സിസ്റ്റമാണ്. നമുക്കൊരു പ്രോബ്ലം വരുന്ന സമയത്ത് ഹോട്ട് സിസ്റ്റമാണ്, അതായത് വെൻട്രൽ സിസ്റ്റമാണ് ആക്ടിവേറ്റ് ആവുന്നത്. അമിഗ്ഡല സുപ്പീരിയർ ആയിട്ടുള്ള ഹോട്ട് സിസ്റ്റമാണ് ആക്ടിവേറ്റ് ആവുന്നത്. അവിടെ ഇമോഷൻസിൻ്റെ കളിയാണ്, പിന്നെ നമുക്ക് തീരുമാനമൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളല്ലാതെ വേറൊരാളുടെ പ്രശ്നമാണ് നമ്മൾ ഫേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, വേറൊരാളുടെ പ്രശ്നമാണ് നമ്മളോട് പറയുന്നതെന്നുണ്ടെങ്കിൽ, അവിടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് സുപ്പീരിയർ ആയിട്ടുള്ള ഡോർസൽ സിസ്റ്റമാണ് നമ്മുടെ ബ്രെയിനിൽ ആക്ടിവേറ്റ് ആവുക. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആക്ടിവേറ്റ് ആവും തോറും നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ ലോജിക്കലി റാഷണലി തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പറ്റും. പക്ഷേ ഹോട്ട് സിസ്റ്റം അമിഗ്ഡല സുപ്പീരിയർ ആയിട്ടുള്ള സിസ്റ്റം ആക്ടിവേറ്റ് ആവുമ്പോൾ, അതായത് നമ്മുടെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇമോഷൻസ് ഓവർ റൂൾ ചെയ്തിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് ബ്രെയിനിൽ ഇത് വർക്കാവുന്നത്. ഇപ്പോൾ നീ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ എനിക്കൊരു പ്രോബ്ലം വന്നെന്ന് വിചാരിക്കുക, അത് ഞാൻ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഞാൻ ഇമോഷണലി ഞാൻ വീക്കായി, അതായത് അമിഗ്ഡല ഹൈജാക്ക് ചെയ്യപ്പെട്ട് ഞാൻ വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. കറക്റ്റ്. ആ സമയത്ത് എൻ്റെ തീരുമാനങ്ങളൊക്കെ തെറ്റാൻ ചാൻസ് കൂടുതലാണ്. അതെ. അതേ സമയത്ത് നിൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ നീ നേരത്തെ പറഞ്ഞ പോലെ അവൻ ആ സിറ്റുവേഷൻ അല്ല, അവൻ നമ്മുടെ സിറ്റുവേഷൻ കേട്ടു, അവൻ്റെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് വർക്ക് ആവുക. അപ്പോൾ അവൻ ലോജിക്കലി തിങ്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇമോഷൻ നിൽക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ടിനെ കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രണ്ട് ലോജിക്കൽ കാര്യങ്ങൾ ചെയ്യും, നമുക്ക് ഇമോഷണലി നമ്മുടെ തീരുമാനങ്ങൾ തെറ്റാതിരിക്കാനും നമുക്ക് സഹായമായിരിക്കും. കറക്റ്റ്. ഈ വിസ്ഡം എന്ന് പറയുന്ന സാധനം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അങ്ങനെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നല്ലോണം നോളേജ് ഉള്ള ഒരാൾക്ക് വിസ്ഡം ഉണ്ടാവണമെന്നില്ല. അറിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അത് ഉപയോഗിക്കാനുള്ള വിവേകം ഉണ്ടാവണം. അത് ഭയങ്കര എക്സ്പെൻസീവ് ആവുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു 4 പോയിന്റിൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് പോയിന്റ് എന്താണെന്നുണ്ടെങ്കിൽ ഇൻ്റലക്ച്വൽ ഹ്യൂമിലിറ്റിയാണ്. ഇൻ്റലക്ച്വൽ ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യണം നമുക്ക് എല്ലാ കാര്യവും അറിയില്ല എന്നുള്ളത്. നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ അറിവിന് ബിയോണ്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻ്റലക്ച്വൽ ഹ്യൂമിലിറ്റി എന്ന് പറയുക. അങ്ങനെ ഇൻ്റലക്ച്വൽ ഹ്യൂമിലിറ്റി ഉള്ള ആളുകൾക്ക് മാത്രമേയാണ് വിസ്ഡം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റെക്കഗ്നിഷൻ ഓഫ് ചേഞ്ച് എന്നുള്ളതാണ്. നമ്മളുടെ ലൈഫിൽ ഒരു മാറ്റം വന്നു, ആ മാറ്റത്തിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. എന്നിട്ട് അത് ടെമ്പററി ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. അത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളുടെ ലൈഫിൽ ഇതിനു മുന്നും ഇതുപോലത്തെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ നമ്മളെ ആടി ഉലച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ സ്റ്റേബിളായി നിൽക്കുന്നുണ്ട്. ഈ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമേയാണ് വിസ്ഡം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ ഓഫ് പെർസ്പെക്റ്റീവ്സ് എന്ന് പറയും. നമ്മൾക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, നമുക്കൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സിൽ ചിന്തിക്കാൻ പറ്റണം. ഇപ്പോൾ രാകേഷ് എന്ന് പറഞ്ഞ ഒരാൾ, എനിക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നീ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫ്രണ്ടിനെ കൂടെ നിർത്തിയാൽ മതി എന്ന് പറയുന്നത് പോലെ നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഫ്രണ്ടിന് ആ പ്രോബ്ലം വന്നിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ പെർസീവ് ചെയ്യും. ഇപ്പം എനിക്കൊരു സിറ്റുവേഷൻ വന്നു, ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാൻ ആ ജോലിയിൽ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എനിക്ക് ആ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ കൂട്ടുകാരനാണ് ആ സിറ്റുവേഷൻ വന്നിരുന്നെങ്കിൽ ഞാൻ എന്ത് അഡ്വൈസ് കൊടുക്കുമായിരുന്നു അവനെ എന്ന് ചിന്തിക്കാൻ പറ്റുന്നതാണ് ഇൻ്റഗ്രേഷൻ ഓഫ് പെർസ്പെക്റ്റീവ്സ്. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പെർസ്പെക്റ്റീവ്സ് മൾട്ടിപ്പിൾ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമേയാണ് വിസ്ഡം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് ടൈം ഫ്രെയിമാണ്. നമ്മൾക്കൊരു പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൊല്യൂഷന് വേണ്ടിയിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത 5 മിനിറ്റിലോ 10 മിനിറ്റിലോ ഞാൻ ആ പ്രോബ്ലത്തിന് എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ വിസ്ഡം ഉള്ള ആൾക്കാർ, വിസ്ഡം അച്ചീവ് ചെയ്ത ആൾക്കാർ വളരെ ലോങ് ടേം ആയിട്ടാവും ചിന്തിക്കുന്നുണ്ടാവുക. ഞാനിപ്പോൾ ഈ തീരുമാനം എടുക്കുന്നത് കൊണ്ട് അടുത്ത 5 വർഷത്തിൽ എന്ത് ഇമ്പാക്റ്റാണ് എനിക്ക് ഉണ്ടാവാൻ പോകുന്നത്. 5 വർഷം എന്നുള്ളത് റെഫറൻസ് ടൈം എടുത്താണ്. അത് മേ ബി 1 ഇയറോ 2 ഇയറോ ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ ആ ടൈം ഫ്രെയിം മാറാം. അപ്പോൾ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിൽ, ഒരു ലോങ്ങർ ടൈം ഫ്രെയിമിൽ നമ്മൾക്ക് ഒരു കാര്യത്തിനെ അനലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ വിസ്ഡം അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പറയാം.
ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സൈക്കോളജിയിൽ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പെരിമെൻ്റ് നടന്നിട്ടുണ്ട്. ആ എക്സ്പെരിമെൻ്റ് എങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് രണ്ട് ഗ്രൂപ്പാക്കിയിട്ട് ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ അടുത്ത് ഗ്രൂപ്പ് എ എടുത്ത് നിങ്ങളുടെ പാർട്ട്ണർ ചതിച്ചു, ചീറ്റ് ചെയ്തു എന്നുള്ളത് വിചാരിക്കാൻ വേണ്ടി പറഞ്ഞു. രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ അടുത്ത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പാർട്ട്ണർ ചതിച്ചു എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ പറഞ്ഞു. എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു സർവേ പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ആ ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരാളുടെ വിസ്ഡം സ്കോർ അളക്കാൻ പറ്റുന്ന പോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ സർവേ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. അതിന് റിസൾട്ട് എന്തായിരുന്നു എന്നുണ്ടെങ്കിൽ വിസ്ഡം സ്കോർ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഗ്രൂപ്പ് ബിക്കായിരുന്നു. ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് എൻ്റെ പാർട്ട്ണർ ചതിച്ചു എന്ന് പറയുമ്പോൾ നമ്മളുടെ ചോദ്യത്തിനുള്ള ആൻസർ എല്ലാം അവിടെ ഡിഫറെൻ്റ് ആയിരിക്കും, അവിടെ ഇമോഷൻസ് ഇൻവോൾവ് ആണ്. പക്ഷേ ഗ്രൂപ്പ് ബിയുടെ അടുത്ത് അയാളുടെ പ്രശ്നമല്ല അത്, അയാളുടെ ഫ്രണ്ടിന്റെ പാർട്ട്ണർ ചതിച്ചിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും വിസ്ഡം സ്കോർ ഹൈ ഉള്ളതായിരുന്നു. ഇതുപോലെയാണ് നമ്മളും നമ്മളുടെ ലൈഫിൽ മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു പ്രോബ്ലം വരുന്ന സമയത്ത് ആ പ്രോബ്ലത്തിനെ വേറെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാൻ പറ്റിയാൽ, കുറച്ചുകൂടെ വിസ്ഡമത്തോടു കൂടി ചിന്തിക്കാൻ പറ്റിയാൽ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ എനിക്ക് ആദ്യം പറയാനുള്ളത് എന്താണ് വിസ്ഡവും എന്താണ് നോളജും. നോളജ് എന്ന് പറഞ്ഞാൽ കുറേ ഇൻഫർമേഷൻ്റെ ഗ്യാതറിംഗ് ആണ്. പക്ഷേ വിസ്ഡം എന്ന് പറഞ്ഞാൽ ഈ ഇൻഫർമേഷനൊക്കെ എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് വിസ്ഡം. ഓക്കെ. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആദ്യം അത്യാവശ്യമായിട്ട് മനസ്സിന് വേണ്ട ഒരറിവ്, ഇത് മാത്രമേ ഞാൻ ഇന്ന് സംസാരിക്കണുള്ളൂ. അത് മനസ്സിലാക്കുകയാണെങ്കിൽ ആദ്യം നമുക്കൊരു ഔട്ട്ലൈൻ വേണം, ഒരു രൂപരേഖ വേണം. ഓക്കെ. അപ്പോൾ അതിങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു PSC എക്സാമിന് പഠിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. ഞാൻ PSC എക്സാമിന് വേണ്ടി പഠിക്കുക, പ്രിപ്പയർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ജനറൽ നോളജ്, ഇൻ്റലക്ച്വൽ ക്വസ്റ്റ്യൻസ്, എന്തൊക്കെ എനിക്ക് ആ എക്സാം പാസ്സാവാൻ എന്തൊക്കെ വേണോ അതായിരിക്കും ഞാൻ പഠിക്കുക. കറക്റ്റ്. ഇനി ടീ ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. ഞാൻ അതായത് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ആ ടീ ഷോപ്പ് തുടങ്ങുന്ന ആളെന്താ ചിന്തിക്കുക? എവിടെ കടയിടണം, എന്തൊക്കെ പേപ്പർ വർക്ക് നടത്തണം, എന്ത് ക്യാപിറ്റൽ കൊണ്ടുവരണം, ഇങ്ങനത്തെ അറിവ് നേടാൻ ആഗ്രഹിക്കുക. കറക്റ്റ്. അപ്പോൾ മനുഷ്യന് എന്താണോ ആവശ്യമുള്ളത് ആ അറിവാണ് മനുഷ്യൻ നേടാൻ ആഗ്രഹിക്കുള്ളൂ. കറക്റ്റ്. അബ്സല്യൂട്ട്ലി റൈറ്റ്. അതെ. അപ്പോൾ വേറൊരാൾക്ക് എന്ത് അറിവ് വേണമെന്ന് നമ്മൾ തീരുമാനിക്കാൻ പാടില്ല. കറക്റ്റ്. അത് അയാളെ തീരുമാനിക്കേണ്ടത്, അത് അയാളുടെ കയ്യിലായിരിക്കണത്. രണ്ടാമത്, നമുക്ക് അറിയുന്നൊരു കാര്യം വേറൊരാൾക്ക് അറിയണം എന്ന് നിർബന്ധം പിടിക്കാനും പാടില്ല. അബ്സല്യൂട്ട്ലി റൈറ്റ്. എനിക്ക് കുറച്ച് അറിവുണ്ട്. ഇത് എവിടെ കട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂജൻ ആൾക്കാരിനെ കുറ്റം മാത്രം പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരിത് മനസ്സിലാക്കണം. കാരണം നിങ്ങൾ, അതായത് ഈ പറയുന്ന ആൾക്കാർ കുറേ അറിവ് നേടിയിരുന്നു, അത് അവർക്ക് ആവശ്യമുള്ളതായിരുന്നു. അതായത് ആ കാലഘട്ടത്തിൽ ആ അറിവ് ആവശ്യമുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ എന്തോ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി അവർ പഠിച്ചു. അതിൽ രണ്ട് കാറ്റഗറി ഉണ്ട്. ഒന്ന്, മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് അറിവുണ്ടെന്ന് കേമനാവാൻ പഠിച്ച ആൾക്കാരും. രണ്ടാമത്തത്, എൻ്റെ ചുറ്റുവട്ടത്തെ ആൾക്കാർക്ക് ഒരു അറിവ് അറിയാം, അതെനിക്ക് അറിഞ്ഞില്ലെങ്കിൽ നാണക്കേടാണല്ലോ എന്ന് പറഞ്ഞിട്ട് പഠിച്ച ആൾക്കാരുണ്ട്. അത് രണ്ട് കാറ്റഗറി ഉണ്ട്. അപ്പോൾ എൻ്റെ പോയിന്റ് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ, വേറൊരാൾക്ക്, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരും വേറൊരാൾക്കും നമ്മുടെ അറിവ് വേണമെന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ ഒരു വിശദത്തിലേക്ക് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ജ്ഞാനം നമുക്ക് വേണമെങ്കിൽ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അപ്രോച്ച് ഉണ്ട്, ഒരു സമീപനം. ഓക്കെ. അതായത് ഇതിന് ഞാൻ എക്സാമ്പിൾ എടുക്കുന്നതും കണക്ട് ചെയ്യുന്നതും ദമ്പതിമാരാണ്, ഭാര്യയും ഭർത്താവും. അത് വന്ന് ഈ രണ്ടാൾക്കാരും രണ്ട് വിശ്വാസത്തിൻ്റെ ആൾക്കാരാണ്. അത് കാണുന്ന ആൾക്കാർക്ക് റിലീജിയൻ എടുക്കാം, രണ്ട് പൊളിറ്റിക്കൽ പാർട്ടി എടുക്കാം, വേറെ വേറെ കൺട്രീസിൽ നിന്ന് വന്ന ഭാര്യയും ഭർത്താവും എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിൽ ഞാൻ വിട്ടുതരാം, നമുക്ക് അപ്പം തിന്നാൽ മതി, കുഴി എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഈ രണ്ട് വിശ്വാസങ്ങളും ആയിട്ട് ഭാര്യയും ഭർത്താവും ദമ്പതിമാർ സുഖമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അതെങ്ങനെ ജീവിച്ചു പോകുന്നത്? അവർ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ്. പരസ്പരം അവരവരെ കാര്യം മനസ്സിലാക്കുക. ഇതേ സെയിം സാധനം നമ്മൾ ലൈഫിൽ എല്ലാ കാര്യത്തിലും അപ്ലൈ ചെയ്താൽ മതി, നമ്മുടെ പ്രശ്നം തീരും. ഒരു 3 ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ പോയിന്റ് കഴിഞ്ഞു. അതായത് ഈ വിസ്ഡം നേടാനായിട്ട് നമുക്ക് മനുഷ്യന് അത്യാവശ്യമായിട്ട് വേണ്ട 3 ക്വസ്റ്റ്യൻസാണ്. 3 ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, നിങ്ങൾ ഇത്രയും കാലം വിചാരിച്ചു വെച്ചൊരു കാര്യം അത് തെറ്റാണെന്ന് ബോധ്യം വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന റിയാക്ഷൻ, നമ്മൾ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ നേരിടും, അതാണ് നമുക്ക് ആദ്യം വേണ്ട ചോദ്യം. ഓക്കെ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂരിപക്ഷം ആൾക്കാർ സംസാരിച്ച അല്ലെങ്കിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം, ഈ ഒട്ടകത്തിൻ്റെ ബാക്കിലുള്ള മുഴയുണ്ടല്ലോ, അത് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ളതാണ് വിചാരിച്ചിരിക്കുന്നത്. ശരിക്കും അതല്ല, അത് കൊഴുപ്പ് സ്റ്റോർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒട്ടകത്തിൻ്റെ കൊഴുപ്പാണ് മെറ്റബോളിസം വഴി ഒട്ടകത്തിന് എനർജി ആയിട്ട് വരുന്നതും ഈ ഡെസേർട്ടിലൂടെ ഒരുപാട്
കാലം നടക്കാനും അല്ലെങ്കിൽ ജീവിക്കാനും ഒട്ടകത്തിന് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ എന്ത് ചെയ്യും, വെള്ളമാണ് എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കും. ആ ന്യായീകരണത്തിൻ്റെ ആൾക്കാരാണെങ്കിൽ ജ്ഞാനിയാവില്ല. ബട്ട് ഈ കേട്ടപ്പോൾ ഒരു ആശ്ചര്യം വന്നിട്ട് അത് ശരിയാണോ ചെക്ക് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടല്ലോ, അവരാണ് ഇതൊന്ന് മാറി ചിന്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് ജ്ഞാനികളാവാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാവരും പറഞ്ഞു തരുന്ന ഒരു സത്യം, അത് നിങ്ങളുടെ അനുഭവം വന്നപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് വന്ന സമയത്ത് അത് തെറ്റാന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബിസിനസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരാഗ്രഹമുണ്ട്, നമ്മൾ ആ ബിസിനസ് ഒരാളോട് ഷെയർ ചെയ്തു. അപ്പോൾ അത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ആ ബിസിനസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് ആൾക്കാരോട് സംസാരിച്ചു. ഇവരെല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, ആ ബിസിനസ് ശരിയല്ല, അത് നഷ്ടമാണ്, നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കറക്റ്റ് ക്ലിക്കാവില്ല, മാർക്കറ്റ് അതിനുള്ളതല്ല, ആൾക്കാർ കുറേ എണ്ണം ഐഡി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ഇത് രണ്ടും കൽപ്പിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. അതായത് ആ ബിസിനസ് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി നമ്മുടെ എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്തു ഇവർ പറഞ്ഞ മൊത്തം തെറ്റാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു മനോഭാവം, അതായത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ് നമുക്കത് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതിപ്പോൾ ഒരു സിനിമ കണ്ടാലായാലും അല്ലെങ്കിൽ നമ്മളൊരു ഫുഡ്, ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലെ ഫുഡ് അടിപൊളിയെന്ന് ആൾക്കാർ പറഞ്ഞാലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആ തിരിച്ചറിവ്, അതാണ് യഥാർത്ഥ ജ്ഞാനം. ഇവിടെ ഒരു ചെറിയ പോയിന്റ് എനിക്ക് കണക്ട് ചെയ്യാനുണ്ട്. 2 ടൈപ്പ് വിർച്യു ആണുള്ളത്. ഒന്ന് ഇന്റലക്ച്വൽ വിർച്യുവും പിന്നെ ഒന്ന് മോറൽ വിർച്യുവും. നീ പറഞ്ഞ ഇന്റലക്ച്വൽ വിർച്യു എന്ന് പറയുന്നത് അറിവുകളിലൂടെ മാത്രം കിട്ടുന്നതാണ്, നോളജിലൂടെ മാത്രം കുറേ അറിവുകൾ നമ്മുടെ ബ്രെയിനിലേക്ക് പ്രോസസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പരിപാടിയാണ് ഇന്റലക്ച്വൽ വിർച്യു, പ്യൂർലി നോളജ് ആണ്. പക്ഷെ മോറൽ വിർച്യു എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. മോറൽ വിർച്യു എന്ന് പറയുന്നത് കറേജ്, ധൈര്യം, സെൽഫ് കൺട്രോൾ, ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് എക്സ്പീരിയൻസിലൂടെയാണ്. ഇപ്പം നീ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിനെ എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാൽ മാത്രമേ മോറൽ വിർച്യു കിട്ടുള്ളൂ. അല്ലാതെ ആ ബിസിനസിനെ പറ്റി ഒരു 50 പേജുള്ള PDF ഇരുന്ന് പഠിച്ചിട്ട് യു വിൽ നോട്ട് ഗെറ്റ് എനി ഇൻഫർമേഷൻ. സോ ആ മോറൽ വിർച്യു നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ലൈഫിൽ ഏറ്റവും എക്സ്പെൻസീവായ മിസ്റ്റേക്ക്. അതായത് അത് എനിക്ക് എക്സാമ്പിളൊന്നുമില്ല, ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ഉള്ള എക്സ്പീരിയൻസ് എനിക്ക് പുറത്ത് പറയാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതിന് കൂടെ തന്നെ ആ തെറ്റിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായിക്കോട്ടല്ലോ, ഈ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായാലും ശരി നമ്മുടെ ജീവിതത്തിലായാലും ശരി മിസ്റ്റേക്ക് സംഭവിക്കും. മിസ്റ്റേക്ക് സംഭവിക്കാതിരിക്കാൻ നമ്മൾ വലിയ എന്താ പറയുക സ്റ്റാച്ചു ആയിരിക്കണം, റോബോട്ട്സ്. അത് റോബോട്ട്സ് ആയിരിക്കും. നല്ല ഫീഡ് ചെയ്ത കാര്യങ്ങൾ മാത്രം അവർ ചെയ്യുന്നവർക്ക് മിസ്റ്റേക്സ് കുറവായിരിക്കും. പക്ഷേ മനുഷ്യന് നല്ല മിസ്റ്റേക്സ് പറ്റും. പക്ഷേ ആ മിസ്റ്റേക്സ് നമുക്ക് എന്ത് ഇൻപുട്ട് കിട്ടി എന്ന് അത് ആ മനസ്സിലാക്കുന്ന സ്ഥലത്താണ് നമ്മൾ ജ്ഞാനികളായി തീരുള്ളൂ, വിസ്ഡം അച്ചീവ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ആസ്കിങ് ഈ മിസ്റ്റേക്ക് കൊണ്ട് എൻ്റെ ലൈഫിൽ ഇതൊക്കെ സംഭവിച്ചല്ലോ എന്ന് ടെൻഷൻ അടിക്കുന്നതിന് പകരം യു ക്യാൻ റീഫ്രെയിം ദ ക്വസ്റ്റ്യൻ. ഈ മിസ്റ്റേക്ക്, ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്നെ എന്താണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിസ്ഡം അച്ചീവ് ചെയ്യാൻ പറ്റും. വേറൊരു സൊല്യൂഷൻ കൂടെ ഉള്ളത്, ഞാൻ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തഡാണ്. നമ്മളുടെ ഇമോഷൻസ് ഓവർ റൂൾ ചെയ്യുന്ന സമയത്ത്, അമിഗ്ഡല ഹൈജാക്ക് ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരു ക്യാമറ വെച്ചിട്ട് ഒരാളുടെ ഒന്ന് റെക്കോർഡ് ചെയ്യണ്ടെന്ന് ചിന്തിക്കുക. വർക്കൗട്ടാണ്, വർക്കൗട്ട് ആവും. കുറേ വീഡിയോസ് നീ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ബൈക്കേഴ്സൊക്കെ ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് പോലീസുകാർ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന കുറേ വീഡിയോസ് ഉണ്ട്. പക്ഷെ ക്യാമറ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് കുറച്ച് നീറ്റായിട്ട് സംസാരിക്കാൻ നോക്കും. കറക്റ്റ് അല്ലേ? അടുത്തൊരു എക്സാമ്പിൾ, ഒരു കല്യാണ ഫോട്ടോയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തോ ഒരു സൗന്ദര്യപ്പണയൊക്കെ ഉണ്ട്. അപ്പോൾ ഫോട്ടോയ്ക്ക് ക്ലിക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് ഒതുങ്ങി നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റഡി ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ ഔട്ട് ഓഫ് കൺട്രോൾ, കുറച്ച് ഫണ്ണിയാണ് പക്ഷേ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, എനിക്ക് നല്ലോണം റിസൾട്ട് കിട്ടിയ സാധനമാണ്. നമ്മളുടെ കയ്യിൽ നിന്ന് സിറ്റുവേഷൻ പോകുന്നു എന്ന് തോന്നുമ്പോൾ ജസ്റ്റ് ഇമാജിൻ ഒരാൾ അവിടെ ഇരുന്ന് നമ്മളിപ്പോൾ പെരുമാറുന്നത്, നമ്മളിപ്പോൾ ആക്ട് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് സെറ്റായിട്ട് ഓക്കെ. അപ്പോൾ അവിടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആക്ടിവേറ്റ് ആവാനുള്ള ഒരു ട്രിഗറാണത്. സംബഡി ഈസ് വാച്ചിങ് ദിസ്, സംബഡി ഈസ് റെക്കോർഡിങ് ഇറ്റ്. അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടെ ലോജിക്കലായിട്ട് ബിഹേവ് ചെയ്യണം. ഈ ഒരു ഐഡിയ, ഈ ഒരു ടെക്നിക്ക് നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേ സിറ്റുവേഷനിലൊക്കെ നല്ല രീതിയിൽ പോകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിസ്ഡത്തിനെ പറ്റിയിട്ടായിരുന്നു. നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിൽ
ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് വേറൊരാളുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചിട്ട് അതിന് ബ്യൂട്ടിഫുൾ ആയിട്ട് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഈ വീഡിയോ, ഈ പോഡ്കാസ്റ്റ് ഞാൻ ആ കോട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് എൻഡ് ചെയ്യാണ്. നോയിങ് ഇസ് നോട്ട് ഇനഫ്, യു മസ്റ്റ് അപ്ലൈ. വിൽ ഇസ് നോട്ട് ഇനഫ്, യു മസ്റ്റ് ആക്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. We'll come up with another video. Bye.